നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബേപ്പൂരിലെ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് PV അൻവർ. ബേപ്പൂരിൽ സ്ഥാനാർത്ഥിത്വം പിഴച്ചു എന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറിന്റെ പ്രസ്താവനയ്ക്ക് ഫേസ്ബുക്കിലൂടെയാണ് അൻവർ ആഞ്ഞടിച്ചത്. ബേപ്പൂരിൽ തന്നെ പരാജയപ്പെടുത്തിയത് ചേർത്ത് നിർത്തിയവർ ബാധിതപ്പെട്ടവർ തന്നെയാണെന്നും പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തുമാണ് തോൽവിക്ക് കാരണമായതെന്നും അൻവർ തുറന്നടിച്ചു. ചതിച്ചതാരെ ചന്തു തന്നെ, അതിൽ മഷിയിട്ട് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വിളിച്ചു പറയുന്നത് കേട്ടു. ബേപ്പൂരിലെ ജനങ്ങളും സഖാക്കളും തന്നെ വിജയിപ്പിച്ചപ്പോൾ പരാജയപ്പെടുത്തിയത് ചേർത്ത് നിർത്താൻ ബാധിതപ്പെട്ടവരാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവിനും കുടുംബാംഗങ്ങൾക്കും എതിരെ ഉയർന്നു വരുന്ന വാർത്തകൾ എല്ലാവരും കാണുന്നുണ്ടെന്നും അതിൽ ഒരാൾ തനിക്കെതിരെ മത്സരിച്ച് അവർ വിജയിച്ചു എന്ന് വീരവാദം മുഴക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണെന്നും അൻവർ ആരോപിച്ചു. UDFന് 102 സീറ്റിന്റെ വൻ വിജയം സമ്മാനിച്ചത് താൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണെന്നും PV അൻവർ അവകാശപ്പെട്ടു. 1.5 വർഷമായി താൻ നടത്തിയ പോരാട്ടത്തിന്റെ അർത്ഥവും സത്യവും വെളിവാക്കുന്ന രീതിയിൽ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. പിണറായിസത്തിനും മരുമോനിസത്തിനും കുടുംബാധിപത്യത്തിനുമെതിരെ ഞാൻ നടത്തിയ പോരാട്ടം തന്നെയാണ് 102 സീറ്റിന്റെ ഉയരത്തിലേക്ക് ചവിട്ടിക്കയറാൻ UDFനെ പ്രാപ്തമാക്കിയത്. എന്റെ ആരോഗ്യം, ജീവനും സമ്പത്തും വകവെക്കാതെയും സ്ഥാനമാനങ്ങൾ ത്യജിച്ചും രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെയും പിണറായിസത്തിന്റെ മുഖംമൂടി വലിച്ചു കീറിയത് കൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച് ക്യാഷ് കിട്ടില്ലായിരുന്ന പലരും ഇന്ന് വിജയിച്ചു കയറിയത് അൻവർ ഓർമ്മിപ്പിച്ചു. ബേപ്പൂരിൽ അൻവറിനെ വിജയിപ്പിച്ചാൽ ബേപ്പൂരിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് VD സതീശൻ പറഞ്ഞതിലൂടെ മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവരുടെ ഉറക്കം കെടുത്തിയോ എന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇത് കണ്ടപ്പോൾ ബ്രൂട്ടസ് നീയും എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് അന്നേ മനസ്സിലായതാണ് പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ഏറെ വേദനിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എൻ്റെ നിശബ്ദമായ പിൻവാങ്ങലിന് കാരണവും അതാണ്. പാളയത്തിലുള്ളവർ തന്നെ ചതിച്ചു എന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നെന്നും അതാണ് തന്റെ നിശബ്ദമായ പിൻവാങ്ങലിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചേർത്ത് പിടിക്കേണ്ടവരാൽ ചതിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയാൻ തനിക്ക് ജാൾത്യമുണ്ടെന്നും അൻവർ കുറിച്ചു. ഞങ്ങൾ ചതിച്ചതു തന്നെ എന്ന് വിളിച്ചു പറയാൻ ഉളുപ്പില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇനിയും പറയട്ടെ. എന്നാൽ രാവും പകലും കൂടെ പ്രവർത്തിച്ച സാധാരണ പ്രവർത്തകരോടും ജനങ്ങളോടും പിണറായിസത്തിനെതിരെ പോരാടിയവരോടുമുള്ള നന്ദി എന്നും മനസ്സിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ കുറിപ്പ് അവസാനിപ്പിച്ചത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.